ഹായ് ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇടാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഇതെൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ്. ഇതെൻ്റെ അമ്മയുടെ ഒരു കാര്യം പറയാനാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി വയ്യ. അമ്മയ്ക്ക് പൊതുവെ ഇച്ചിരി വയ്യ. അപ്പം ഇന്നലെ രാവിലെ അമ്മ ഇപ്പോൾ ഫുഡൊന്നും അത്ര കഴിക്കുന്നില്ല. അമ്മയ്ക്ക് ഇത്തിരി അമ്മ ഒന്ന് വീണിടയ്ക്ക് വെച്ച് പൊട്ടലൊന്നുമില്ല, പക്ഷേ ഇച്ചിരി ചതവൊക്കെ ഉണ്ട്. അപ്പം അണ്ണനും അമ്പിളി ചേച്ചിയൊക്കെ വന്ന് നോക്കി അങ്ങനെ കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നലെ രാവിലെ ഇപ്പോൾ ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഞാൻ ഒരു ബ്രൂ കോഫി കൊടുത്തായിരുന്നു. ബ്രൂ കോഫി, പാലൊന്നും ഒഴിക്കാത്ത ബ്രൂവിൻ്റെ കാപ്പി കൊടുത്തായിരുന്നു. അപ്പം അമ്മ ഞാനൊരു 8:30 കൊടുത്ത് കാണും. ഒരു 10-10:30 ആയപ്പം അമ്മ അതിങ്ങനെ കവിട്ടാൻ തുടങ്ങി. ഇങ്ങനെ ഛർദ്ദിപ്പല്ല, കഫം പോലെ. അമ്മയ്ക്ക് പൊതുവേ ഇച്ചിരി കഫം ഉള്ളത്. അപ്പം അമ്മ മിക്കവാറും ഇങ്ങനെ തുപ്പും, ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ തുപ്പിയത് അങ്ങനെ കളയാൻ പതിവുണ്ട്. അപ്പം അതുപോലെ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 8:30 മണിക്ക് അത് കൊടുത്തത്. ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കഫത്തിനകത്ത് ഈ ഒരു കാപ്പിയുടെ കളറൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും അമ്മയും വിചാരിച്ച് അയ്യോ കാപ്പി കുടിക്കണ്ടായിരുന്നു, അമ്മയ്ക്കത് പിടിച്ചില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അമ്പിളി ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ അമ്പിളി ചേച്ചിയും പറഞ്ഞു കോഫി നമുക്ക് ചില വയറിന് ഇത്രയും ഗുളികയൊക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ചേരത്തില്ല, പിന്നെ ലൈറ്റ് ചായ മതി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ അത് ഛർദിലെന്ന് പറഞ്ഞാൽ ഈ ഒരു കാപ്പിപ്പൊടി കളർ സത്യത്തിൽ എനിക്കത് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായപ്പോഴത്തേക്കും 1 മണിയായി. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അമ്മ മിക്കവാറും പൊതുവേ അമ്മ ഇതിനൊരു ഇറിറ്റേഷനൊന്നും കാണിക്കാതെ തുപ്പുന്നതും ഒക്കെ. അമ്മ ഒന്നും എനിക്ക് വയ്യ അങ്ങനെയൊന്നും പറയുന്നില്ല. എന്നാലും പക്ഷെ ക്വാണ്ടിറ്റി കൂടിയപ്പോൾ ഞാൻ പിന്നെ അമ്പിളി ചേച്ചിയെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പം ബ്ലഡാണ് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അണ്ണൻ വന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് അണ്ണൻ വിളിച്ച് ചോദിച്ചെങ്കിലും ഗ്യാസ്ട്രോയിലാണ് നമുക്കിത് കാണിക്കേണ്ടത്. പക്ഷേ ഗ്യാസ്ട്രോ ഇപ്പം അവധിയല്ലേ, അപ്പം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ NSലേക്ക് വന്നു കേട്ടോ. അപ്പം ഇന്നലത്തെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഇന്നാണ്. കാരണം ഇന്നലെ നൈറ്റ് അമ്മ ICUലായിരുന്നു. അപ്പോൾ അവർ ബ്ലഡെല്ലാം ലെവൽ ചെയ്തു. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് എൻഡോസ്കോപ്പിയാണ് കേട്ടോ. അപ്പം അത് വേറെയാണ്, അത് വയറിരിച്ചിലോട്ട് ബന്ധപ്പെട്ടാണ്. അത് പക്ഷേ വയറിനെ പറ്റിയേ അമ്മ പറയാറില്ല. വയറിൻ്റെ അല്ല, അത് അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ദേഹം വേദനയും മറ്റ് ഇരിക്കുമ്പോഴുള്ള വേദനയൊക്കെ വരുന്നത്. പക്ഷെ ഇന്നലെ നമ്മൾ കാണിച്ചത് ഹൈപ്പോടെൻഷൻ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തുന്നതായിരുന്നു. അപ്പം നമ്മൾ കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ ടൈമിലാണ്. അമ്മയ്ക്ക് കൊട്ടിയത്തൊക്കെ വെച്ച് നല്ല വെപ്രാളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അത് അമ്മ സാധാരണ വീട്ടിൽ വെച്ച് ഇങ്ങനെ വേദന കാരണം അമ്മ എനിക്ക് വേദനിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പം അതുപോലത്തെ ആണെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു കണ്ടീഷനായിരുന്നു കേട്ടോ. അണ്ണനും ഞാനും കൂടെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് വന്നു. അപ്പം 9ാമത്തെ നിലയിലാണ് നമ്മളുടെ റൂമുള്ളത്. അപ്പോൾ അണ്ണൻ എനിക്ക് റൂമെല്ലാം കാണിച്ചു തന്നിട്ട് അണ്ണൻ തിരികെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇനിയാണ് ഉച്ച കഴിഞ്ഞിട്ട്, ഹോസ്പിറ്റൽ ടൈം കഴിഞ്ഞിട്ടായിരിക്കും അണ്ണൻ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ റൂമിൽ ഇരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ, അമ്മയ്ക്ക് കൊടുത്ത റൂം. ഇത് അമ്മ വരുമ്പോൾ കിടക്കേണ്ട കട്ടിലാണ്. പക്ഷേ ഇവിടെ ചിലപ്പോൾ നമ്മൾ റൂം മാറുമെന്ന് അണ്ണൻ പറഞ്ഞു. കാരണം ഇവിടെ നല്ല ചൂടായിരുന്നെന്ന് പറഞ്ഞു ഇന്നലെ രാത്രി. അപ്പം അമ്മയ്ക്ക് വയ്യാതെ വരെയല്ലേ, അപ്പോൾ ചിലപ്പോൾ AC പ്രിഫറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു റൂം ചോദിക്കുമ്പോൾ. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ റൂം മാറാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഞാനിനിയിപ്പം താഴേക്ക് പോവും. 7ാമത്തെ നിലയിലാണ് ICU. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് 1:30ക്കാണ് കേട്ടോ എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാവരെയും ഒന്ന് അറിയിക്കാനാണ് കേട്ടോ. കാരണം ഇത്രയും നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ കുറേ സമയം ഇങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കിത് സത്യം പറഞ്ഞാൽ കുറച്ച് വിവരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10:30ക്ക് തന്നെ എനിക്ക് കറക്റ്റായിട്ടും നമുക്കിത് മനസ്സിലാക്കി കൊണ്ടുവരാമായിരുന്നു. ഇതിപ്പോൾ അമ്മയുടെ ആ ഒരു സ്റ്റേജ്, വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേജ് വരെ നമുക്ക് പോവേണ്ടി വന്നു കേട്ടോ. കാരണം ഉച്ച കഴിഞ്ഞു ഞാനത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും, എനിക്ക് ബോധം വന്നപ്പോഴത്തേക്കും. അപ്പം ഞാനിങ്ങനത്തെ ഒന്നും അത്ര അങ്ങ് കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങ് അറിയത്തില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പം ഇതെല്ലാവരുടെ ഓർമ്മയിൽ കാണണം. കാരണം നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം കേട്ടോ പേഷ്യൻറ്റിനെ. ഓക്കെ, അപ്പം നമ്മൾ എൻഡോസ്കോപ്പിയുടെ വിശേഷമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.